ഒന്നെന്ന് പറയുന്നത് അബ്സോർബറിന്റെ ബേസ് ചെയ്തും, രണ്ടെന്ന് പറയുന്നത് ജനറേറ്ററിനെ ബേസ് ചെയ്തുമാണ്. രണ്ട് സ്ഥലങ്ങളിലാണ് അവർ രണ്ട് ഡിഫിക്കൽട്ടീസ് പറയുന്നത്. ഫസ്റ്റ് ഡിഫിക്കൽട്ടി എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ, ഈ അബ്സോർബർ എന്ന് പറയുന്ന കണ്ടന്റ്, അബ്സോർബർ എന്ന് പറയുന്ന ഈ ഒരു യൂണിറ്റ് എപ്പോഴും ലോ ടെമ്പറേച്ചറിൽ കീപ്പ് ചെയ്തിരുന്നാൽ മാത്രമേ നമുക്ക് മാക്സിമം ക്വാണ്ടിറ്റിയിൽ ഈ വേപ്പർ റെഫ്രിജറന്റിനെ ഇതിനകത്ത് ഡിഫ്യൂസ് ചെയ്ത് കയറ്റാൻ പറ്റത്തുള്ളൂ. ഓക്കെ, അതേപോലെ തന്നെ ജനറേറ്റർ യൂണിറ്റിനകത്ത് ഈ ജനറേറ്റർ യൂണിറ്റ് എന്ന് പറയുന്നത് എപ്പോഴും മാക്സിമം ടെമ്പറേച്ചറിൽ ഇരുന്നാൽ മാത്രമേ, ഹയർ ടെമ്പറേച്ചറിലോട്ട് ഇരുന്നാൽ മാത്രമേ നമുക്ക് നമ്മൾ വിചാരിക്കുന്ന രീതിയിൽ ഇതിനകത്തുനിന്ന് ആ റെഫ്രിജറന്റിനെ, അതായത് റിച്ച് മിക്സ്ചറിനകത്ത് സോൾവെന്റ് ആയിരിക്കുന്ന ആ ഒരു റെഫ്രിജറന്റിനെ റിലീസ് ചെയ്യാനും പറ്റത്തുള്ളൂ. അപ്പോൾ ഈ ഒരു പ്രോബ്ലം, ഈ ഒരു ഇഷ്യൂ, അതായത് ജനറേറ്ററിലേക്ക് വരുന്ന ടെമ്പറേച്ചർ ഇൻക്രീസ് ചെയ്യുക, മീൻസ് ആ ഒരു മിക്സ്ചറിന്റെ ടെമ്പറേച്ചർ ഇൻക്രീസ് ചെയ്യുക, അബ്സോർബറിലേക്ക് വരുന്ന വീക്ക് സൊല്യൂഷൻ ടെമ്പറേച്ചർ മൈക്ക് ഓഫ് ചെയ്യാം. ഓക്കെ, അപ്പം ഈ ജനറേറ്ററിനകത്ത് നിന്ന് വരുന്ന വീക്ക് സൊല്യൂഷൻ ടു ദ അബ്സോർബർ എന്ന് പറയുന്നത് എപ്പോഴും ടെമ്പറേച്ചർ കുറഞ്ഞിരിക്കുകയും വേണം. സോ അതിന് വേണ്ടിയിട്ട് ഇൻ ബിറ്റ്വീൻ ഒരു ഹീറ്റ് എക്സ്ചേഞ്ചർ പ്രൊവൈഡ് ചെയ്ത് കഴിഞ്ഞാൽ വി ക്യാൻ, അല്ലെങ്കിൽ വി ഡു സം ഓൾട്ടർനേറ്റീവ്സ്, ചേഞ്ച് ചെയ്ത് കുറച്ച് അഡീഷൻസ് ഒക്കെ ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് ഇതിന്റെ പെർഫോമൻസ് ഇംപ്രൂവ് ചെയ്യിക്കാമെന്ന് പറയുന്നുണ്ട്. ഓക്കെ, സോ അങ്ങനെ നമുക്ക് ഇംപ്രൂവ് ചെയ്ത് നമുക്ക് എവിടേക്കാണോ ഒരു പ്രാക്ടിക്കൽ ഡിഫിക്കൽട്ടീസ് ഈ ഒരു സിസ്റ്റത്തിൽ വരുന്നത് അതിനെല്ലാം ഓവർകം ചെയ്തുകൊണ്ട് നമുക്ക് ഉണ്ടാക്കിയെടുക്കുന്നതാണ് യഥാർത്ഥത്തിൽ പ്രാക്ടിക്കൽ വേപ്പർ സൈക്കിൾ എന്ന് പറയുന്നത്. അതിനകത്ത് കുറച്ച് അഡീഷണൽ ആയിട്ടുള്ള കമ്പോണൻസും കൂടെ വരുന്നുണ്ട്. ഓക്കെ, അപ്പൊ ഈ ഒരു സിസ്റ്റം നോക്കിക്കഴിഞ്ഞാൽ ദിസ് ഇസ് എ പ്രാക്ടിക്കൽ വേപ്പർ അബ്സോർപ്ഷൻ സിസ്റ്റം ആണ്. അപ്പൊ ഇതിനകത്ത് വന്നിരിക്കുന്ന കാര്യങ്ങൾ, അബ്സോർബർ ഉണ്ട്, പമ്പ് ഉണ്ട്, നമുക്കറിയാം റെഡ്യൂസിങ് വാൽവ് ഉണ്ട്, അത് ഓൾറെഡി എക്സിസ്റ്റിംഗ് ആണ്. ദെൻ അഡീഷണൽ ആയിട്ട് വന്നിരിക്കുന്ന ഒരു ഹീറ്റ് എക്സ്ചേഞ്ചർ ആണ്. Additional ആയിട്ട് വന്നിരിക്കുന്ന ഒരു heat exchanger, we can see that. Then we have the generator. Above that generator we can see another unit called analyzer. This is the analyzer. അതായത് നമ്മുടെ ജനറേറ്റർ സാധാരണ രീതിയിൽ ഇതൊന്നെങ്കിൽ അനലൈസർ എന്ന് പറയുന്നത് സെപ്പറേറ്റ് യൂണിറ്റ് ആയിട്ട് വെച്ചിരിക്കും, അതല്ലാന്നുണ്ടെങ്കിൽ ഈ ജനറേറ്റർ യൂണിറ്റിനകത്തോട് കപ്പിൾ ചെയ്ത് വെച്ചിരിക്കും. അതാണ് അനലൈസർ എന്ന് പറയുന്നത്. Then you can see another unit called rectifier. അപ്പം കാണുന്നില്ലല്ലോ സർ. കാണുന്നുണ്ടോ ഇപ്പൊ? ഇല്ല സർ. ഇപ്പോഴും കാണുന്നുണ്ടോ? കാണുന്നുണ്ടോ ഇപ്പൊ? ഓക്കെ, കാണുന്നുണ്ടല്ലോ ഇപ്പൊ ഫുള്ള്? ഓക്കെ, അപ്പം ഹീറ്റ് എക്സ്ചേഞ്ചറിന്റെ ഫംഗ്ഷൻ എന്താന്ന് വെച്ചാൽ നേരത്തെ പറഞ്ഞതുപോലെ ഈ ഒരു ജനറേറ്റർ യൂണിറ്റിനകത്തോട്ട് പോകുന്ന സ്ട്രോങ് സൊല്യൂഷനെയും ജനറേറ്റർ യൂണിറ്റിൽ നിന്ന് വരുന്ന വീക്ക് സൊല്യൂഷനെയും തമ്മിൽ ഹീറ്റ് എക്സ്ചേഞ്ച് ചെയ്യുക എന്നുള്ളതാണ്. അപ്പം ഈ ഒരു ഹീറ്റ് എക്സ്ചേഞ്ചറിനകത്ത് എന്താ സംഭവിക്കുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇതിന്റെ പാസേജ് നോക്കി കഴിഞ്ഞാൽ മനസ്സിലാക്കാൻ പറ്റും. ഇതിന്റെ പാസേജ് വൺ ഡയറക്ഷൻ എന്ന് പറയുന്നത് ദ റിച്ച് ഫ്ലൂയിഡ് ഈസ് ഗോയിങ് ഇൻ ടു ദ ജനറേറ്റർ. സോ ആ ജനറേറ്റർ യൂണിറ്റിലോട്ട് പോകുമ്പോൾ ഇറ്റ്സ് റിക്വയർഡ് ടെമ്പറേച്ചർ. ആൻഡ് അനദർ യൂണിറ്റ് എന്ന് പറയുന്നത് എന്താണ്? ദ വീക്ക് സൊല്യൂഷൻ ഈസ് കമ്മിങ് ഫ്രം ദ ജനറേറ്റർ. ആ വീക്ക് സൊല്യൂഷൻ എന്ത് വേണം, എങ്ങോട്ടാണ് പോകുന്നത്? അബ്സോർബറിലേക്കാണ് പോകുന്നത്. സോ ഇറ്റ്സ് ടെമ്പറേച്ചർ മസ്റ്റ് ബി ലെസ്. സോ വാട്ട് ഹാപ്പൻസ് ഇസ് ഈ ജനറേറ്ററിൽ നിന്ന് വരുന്ന വീക്ക് സൊല്യൂഷന് കുറച്ച് ടെമ്പറേച്ചർ ഉണ്ടാവും, ഓൾറെഡി കുറച്ച് ടെമ്പറേച്ചർ ഉണ്ടാവും. ഓക്കെ,
ഈ ഒരു സ്ട്രോങ് സൊല്യൂഷൻ അബ്സോർവറിൽ നിന്ന് വരുന്നത് കാരണം അതിനെന്തുണ്ടായിരിക്കും, ടെമ്പറേച്ചർ കുറവായിരിക്കും. സോ വാട്ട് ഹാപ്പൻസ് ഈസ് ഇൻ ദിസ് ഹീറ്റ് എക്സ്ചേഞ്ചർ ദർ ആർ എക്സ്ചേഞ്ചിങ് ഹീറ്റ്, അതായത് ഫ്രം ദ വീക്ക് സൊല്യൂഷൻ ദ ഹീറ്റ് ഈസ് എക്സ്ചേഞ്ചിങ് ഇൻ ടു ദ സ്ട്രോങ് സൊല്യൂഷൻ. അപ്പൊ എന്ത് ചെയ്യും, സ്ട്രോങ് സൊല്യൂഷൻ വാം അപ്പ് ആവുകയും വീക്ക് സൊല്യൂഷൻ എന്ത് ചെയ്യും, കൂൾ ആവുകയും ചെയ്യും. അവിടെ അതാണ് ഈ ഹീറ്റ് എക്സ്ചേഞ്ചർ ഇവിടെ ചെയ്യുന്നത്. ഓക്കെ, ദെൻ നമ്മൾ രണ്ടാമത്തെ ഒരു പ്രോബ്ലം ഇഷ്യൂ ആയിട്ട് പറഞ്ഞ എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ, ഇഫ് ദ പോസിബിലിറ്റി ഓഫ് water vapor is getting into the condenser or into the expansion valve, what if the water vapor is also flows into the condenser? എന്ത് സംഭവിക്കുന്ന പറഞ്ഞത്, if the water vapor along with the refrigerant flows into the condenser in the expansion valve, it gets freezed up and causes choking, അതായത് ബ്ലോക്ക് ഉണ്ടാക്കും. അങ്ങനെ പ്രോബ്ലംസ് ഉണ്ട്. അപ്പോൾ ഒരു കാരണവശാലും നമ്മളുടെ യൂസ് ചെയ്യുന്ന സോൾവെന്റ്, അതായത് വാട്ടർ, ഒരു കാരണവശാലും എവിടെ പോകാൻ പാടില്ല, കണ്ടൻസർ യൂണിറ്റിലേക്ക് പോകാൻ പാടില്ല, അതായത് ജനറേറ്റർ കഴിഞ്ഞ് പാസ് ചെയ്ത് പോകാൻ പാടില്ല. അതാണ് നമ്മൾ റെസ്ട്രിക്ട് ചെയ്യേണ്ടത്. സോ നമ്മൾ 2 പാർട്സ് ആണ് നമ്മൾ യൂസ് ചെയ്യുന്നത് ഇവിടെ. അനലൈസറും യൂസ് ചെയ്യുന്നുണ്ട്, വി ഹാവ് റെക്ടിഫയർ, രണ്ടെണ്ണുണ്ട്. സോ ഹിയർ യു ക്യാൻ സി ദ അനലൈസർ ഈസ് പ്ലേസ്ഡ് ഇൻ ദ ടോപ്പ് ഓഫ് ദ ജനറേറ്റർ. എന്താ സംഭവിക്കുന്നത്, കുറെ ബാഫിൽ സ്ട്രക്ചേഴ്സ് ആണ്. മീൻസ് ദാറ്റ് ഒരു ഡ്രം പോലത്തെ ഒരു സാധനമാണ്. ആ ഡ്രമ്മിനകത്ത് നമ്മൾ പ്ലേറ്റ്സ് ആണ്, സം മെറ്റൽ ഷീറ്റ്സ് പ്ലേസ് ചെയ്തിരിക്കുന്നത് പോലെയാണ് കാണുന്നത്. സോ വാട്ട് ഹാപ്പൻസ് ഈസ് ദ സ്ട്രോങ് സൊല്യൂഷൻ വിച്ച് ഈസ് കമ്മിങ് ഫ്രം ദ absorber is flows through the analyzer, where the strong solution passes over these plates. Means that ആ സ്ട്രോങ് സൊല്യൂഷൻ ഒരു ബാഫിലിന്റെ മേളിൽ കൂടെ ഒഴുകിയാണ് എവിടേക്ക് വരുന്നത്, ഈ ജനറേറ്ററിലേക്ക് വരുന്നത്. സോ വാട്ട് ഹാപ്പൻസ് ഈസ് ദ സ്ട്രോങ് സൊല്യൂഷൻ പാസസ് ത്രൂ സർഫസ് ഏരിയ എന്ന് പറയുന്നത്, അവിടുത്തെ ഉണ്ടാകുന്ന സർഫസ് ഏരിയ കൂടുതലാണ്. സോ വാട്ട് ഹാപ്പൻസ് ഈസ് the water molecules get condensed. അവിടെ ഒരു കണ്ടൻസേഷൻ പ്രോസസ് നടക്കും. അപ്പൊ എന്ത് സംഭവിക്കും, ഈ ഒരു സ്ട്രോങ് സൊല്യൂഷനകത്ത് നിന്ന് നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, വാട്ടർ വേപ്പറിനെ നമുക്ക് കണ്ടൻസ് ചെയ്യാൻ പറ്റും. കാര്യം നമുക്കറിയാം, ഒരു ഫ്ലാറ്റ് സർഫസ് പ്രൊവൈഡ് ചെയ്യുകയാണെങ്കിലും ഇഫ് ദ സ്റ്റീം കംസ് ഔട്ട്, വാട്ട് ഹാപ്പൻസ്, അതിനകത്ത് ഹിറ്റ് ചെയ്യുന്ന സമയത്ത് എന്ത് ചെയ്യും, അത് കണ്ടൻസ് ചെയ്ത് താഴേക്ക് പോകും. സോ അതേ പ്രോസസ് തന്നെയാണ് അനലൈസർ ചെയ്യുന്നത്. ഓക്കെ, ദെൻ ഫ്രം ദ ജനറേറ്റർ ഇറ്റ് ഈസ് ഗെറ്റ് ഹീറ്റഡ് അപ്പ്, ദ ammonia vapor is passing through the condenser. അതിനകത്ത് വീണ്ടും വാട്ടർ വേപ്പർ പ്രസന്റ് ഉണ്ടെങ്കിൽ വാട്ട് ഹാപ്പൻസ്, ഇറ്റ് ഫ്ലോസ് ഇൻ ടു ദ റെക്ടിഫയർ. റെക്ടിഫയറിൽ ചെല്ലുമ്പോഴത്തേക്ക് റെക്ടിഫയറിനകത്ത് നമ്മൾ വേറൊരു സോഴ്സ് വഴി കൂളിംഗ് വാട്ടർ സർക്കുലേറ്റ് ചെയ്യുന്നുണ്ട്. ആ കൂളിംഗ് വാട്ടറിനകത്തൂടെ പാസ് ചെയ്യുന്നത് കാരണം ഇതിന് ഈ ഒരു റെക്ടിഫയറിനകത്ത് വരുന്ന വേപ്പറിനകത്ത്, അതായത് അമോണിയ വേപ്പറിനകത്ത് ഏതെങ്കിലും രീതിയിൽ വാട്ടർ വേപ്പറിന്റെ പ്രസൻസ് ഉണ്ടെങ്കിൽ അത് കണ്ടൻസ് ചെയ്യും. അതായത് ഓൾമോസ്റ്റ് 99% വരെ നമുക്ക് വാട്ടർ വേപ്പർ ഇവിടെ ഉണ്ടെങ്കിൽ ഈ റെക്ടിഫയറിനകത്ത് വെച്ച് കണ്ടൻസ് ചെയ്യിക്കാൻ പറ്റും. ആ കണ്ടൻസ് ചെയ്ത സാധനം ഒരു ഡ്രിപ്പ് വഴി നമ്മൾ എന്ത് ചെയ്യും, ഈ അനലൈസറിലേക്ക് പാസ് ചെയ്ത് വിടും. അതാണ് ഈ 2 യൂണിറ്റുകൾ ചെയ്യുന്നത്, അനലൈസറും റെക്ടിഫയറും ചെയ്യുന്നത്. അത് രണ്ടും ചെയ്ത് കഴിയുമ്പോഴത്തേക്ക് നമുക്ക് കംപ്ലീറ്റ് ആബ്സെൻസ് ഓഫ് വാട്ടർ വേപ്പർ, ഓൾമോസ്റ്റ് നമുക്ക് വാട്ടർ വേപ്പറിനെ കംപ്ലീറ്റ് ആയിട്ട് അവോയ്ഡ് ചെയ്യാൻ പറ്റും. സോ only ammonia vapor is flows into the condenser. ഇതാണ് ഒരു പ്രാക്ടിക്കൽ വേപ്പർ അബ്സോർപ്ഷൻ സൈക്കിൾ എന്ന് പറയുന്നത്, സിസ്റ്റം എന്ന് പറയുന്നത്. മനസ്സിലായോ? നമ്പർ 24. നമ്പർ 24 മനസ്സിലായോ? You're not listening me. Number 15. Number 15. Not listening. Number 31. So 24 ഉണ്ട് സർ. Okay. മനസ്സിലായി, ഞാൻ പറഞ്ഞു മനസ്സിലായോ? മനസ്സിലായി സർ. നെറ്റ്വർക്ക് സർ, കറണ്ട് ഇല്ലായിരുന്നു സർ, അതാ. നീയാണ് അവിടെ കിടന്ന് ബഹളം വെച്ചത്, കറണ്ട് ഇല്ലെന്ന് പറഞ്ഞു. അത് സർ ഇൻവെർട്ടർ ആയിരുന്നു സർ, അതുകൊണ്ട്.
മനസ്സിലായോ? കാര്യം പറഞ്ഞ മനസ്സിലായോ? മനസ്സിലായി സാർ, മനസ്സിലായി. ഓക്കെ. സോ രണ്ട് രീതിയിൽ നിങ്ങൾക്ക് ഫിഗർ ഡ്രോ ചെയ്യാം. ഒന്നെങ്കിൽ ഈ രീതിയിൽ വരയ്ക്കുക. ദിസ് പിക്ചർ ഈസ് ഫ്രം CP അറോറ ആൻഡ് ദിസ് വൺ കുർമിയിലാണ്. ഓക്കെ, ഇതും സെയിം തന്നെയാണ്, കുറച്ചും കൂടെ ബ്ലോക്ക് ആയിട്ട് പറഞ്ഞിരിക്കുന്നത്. ഇതിനകത്ത് വി ഹാവ് ദ അബ്സർവർ യൂണിറ്റ് ഒന്നുകൂടെ പറയാം. അബ്സർവർ ഉണ്ട്. അബ്സർവറിനകത്ത് എന്ത് സംഭവിക്കുന്നത്, ഇത് low temperature ആണ് അബ്സോർബറിനകത്തുള്ളത്. So solvent is passing here, അല്ലെങ്കിൽ solvent is collected over here. The vapor refrigerant which is coming from the vapor refrigerant which is coming from the evaporator is absorbed into this absorber. Solvent like absorb ചെയ്ത് മാറ്റുന്നുണ്ട്. So this way it forms a strong solution. As the strong solution is pumped into the generator, it passes through the heat exchanger, where this strong solution is exchanging heat with the weak solution which is coming from the generator. So what happens is the strong solution is get warm up and the weak solution is further cools down, and it is fed into the pressure reducing valve. The pressure is reduced and fed into the absorber again. Okay, so from the heat exchanger, the strong solution is passes through the analyzer, where the condensation process of the water vapor takes place. Then it is collected in the generator itself, and if the chance of and then the generator, the heating coil or the heat source is applied, and the refrigerant is separated from the solvent. Only the absorber is thus way mixed into weak solution, and it is fed back to the absorber. What if the water vapor passes from the generator is condensed in the analyzer? അവിടെയും കണ്ടൻസ് ചെയ്തില്ല എന്നുണ്ടെങ്കിൽ what happens is it is being flows through the rectifier, where another cooling circulation is provided, and the further condensation of the water vapor present in the refrigerant takes place, and it is bypassed in the form of drips to the analyzer itself, and only the vapor refrigerant passes through the condenser, where the condensation process takes place. The vapor ammonia is converted to liquid ammonia. It is being collected in the receiver, and then it is further processed through the another heat exchanger. This heat exchanger is used for the subcooling purpose. We know that what happens if the refrigerant which is coming from the condenser is gets subcooled, we can improve the refrigeration effect. അതിനു വേണ്ടിയിട്ടാണ് നമ്മളിവിടെ ഒരു ഹീറ്റ് എക്സ്ചേഞ്ചർ രണ്ടാമത്തെ ഹീറ്റ് എക്സ്ചേഞ്ചർ പ്രൊവൈഡ് ചെയ്തിരിക്കുന്നത്. ആദ്യത്തെ ഹീറ്റ് എക്സ്ചേഞ്ചർ നമുക്ക് വീക്ക് സൊല്യൂഷനെ റിച്ച് മിക്സ്ചറിനെയും തമ്മിലുള്ള ഹീറ്റ് എക്സ്ചേഞ്ച് ചെയ്യാനാണെന്നുണ്ടെങ്കിൽ, രണ്ടാമത്തെ ഹീറ്റ് എക്സ്ചേഞ്ചർ എന്ന് പറയുന്നത് റെഫ്രിജറേഷൻ എഫക്ട് ഇംപ്രൂവ് ചെയ്യാൻ വേണ്ടിയിട്ട് സബ് കൂളിംഗ് പ്രൊവൈഡ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് നമ്മൾ രണ്ടാമത്തെ ഹീറ്റ് എക്സ്ചേഞ്ചർ പ്രൊവൈഡ് ചെയ്യുന്നത്. സോ ദാറ്റ് liquid refrigerant which is coming from the condenser is expanded in the expansion valve, where it is further cool down, pressure is also reduced, and it is fed into the evaporator, where the refrigeration effect is being produced. Okay, so here the subcooled process is being takes place. ഈ subcooling നടക്കുന്ന കണ്ടൻസറിൽ വരുന്ന subcooling നടക്കുകയും ചെയ്തു. Only liquid is expanded, more refrigeration effect will be formed. അതിൽ നിന്ന് വരുന്ന വേപ്പർ റിഫ്രിജറന്റുമായിട്ടാണ് എന്ത് ചെയ്യുന്നത്, ഇവിടെ ഹീറ്റ് എക്സ്ചേഞ്ച് ചെയ്യുന്നത്, ആൻഡ് ദെൻ ഇറ്റ് ഈസ് ഫെഡ് ഇൻ ടു ദ അബ്സോർബർ. ഇതാണ് സർക്കുലേഷൻ എന്ന് പറയുന്നത്. ആക്ച്വൽ പ്രാക്ടിക്കൽ വേപ്പർ അബ്സോർപ്ഷൻ സൈക്കിളിന്റെ വർക്കിംഗ് എന്ന് പറയുന്നത്. entire process, entire components are being described. Clear? Number 5. Number 5 ഉണ്ടോ? ഉണ്ട്. മനസ്സിലായോ പറഞ്ഞത്? മനസ്സിലായി.
ഇവിടെ ഈ ഒരു സെക്കൻഡ് ഹീറ്റ് എക്സ്ചേഞ്ചർ എന്തിനാ പ്രൊവൈഡ് ചെയ്യുന്നത് പറഞ്ഞത്? മനസ്സിലായെന്ന് പറഞ്ഞത്? സാർ വിട്ടുവിട്ടാ വോയിസ് കേൾക്കുന്നത്. വേറെ ആർക്കെങ്കിലും അങ്ങനെ ഇഷ്യൂ ഉണ്ടോ? എന്റെ നെറ്റിന്റെ ആണെന്ന് അറിയാൻ പറ്റില്ല. പിന്നെ എന്തിനാ നീ മനസ്സിലായെന്ന് പറഞ്ഞേ? സാർ പറയുന്ന കേൾക്കുന്നുണ്ടാവില്ല. നിങ്ങൾക്ക് മനസ്സിലായില്ല എന്നുണ്ടെങ്കിൽ കറക്റ്റ് ആയിട്ട് മനസ്സിലായില്ല എന്ന് പറയാം. ശരി. വെറുതെ പറഞ്ഞു വിടരുത്. അല്ലെങ്കിൽ വോയിസ് ബ്രേക്ക് ആവുന്നുണ്ടെങ്കിൽ അത് പറയുക. ഓക്കെ സാർ. സബ് കൂളിംഗ് പ്രോസസ് പ്രൊവൈഡ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് ഇവിടെ സെക്കൻഡ് ഹീറ്റ് എക്സ്ചേഞ്ചർ പ്രൊവൈഡ് ചെയ്യുന്നത്. കേൾക്കുന്നുണ്ട്? കേൾക്കുന്നു. Okay. Since the operating efficiency of the simple system is low, it is fitted with the following accessory called analyzer, heat exchanger, and a rectifier. ഒരു സിമ്പിൾ സിസ്റ്റത്തിന്റെ എഫിഷ്യൻസി കുറവായത് ഇംപ്രൂവ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് നമ്മൾ ആക്ച്വലി ഈ അനലൈസറും റെക്ടിഫയറും ഹീറ്റ് എക്സ്ചേഞ്ചേഴ്സും പ്രൊവൈഡ് ചെയ്യുന്നത്. ആദ്യത്തെ ഹീറ്റ് എക്സ്ചേഞ്ചർ പറയുന്നത് അബ്സോർവറിനും ജനറേറ്ററിനും ഇടയിലാണ് വെക്കുന്നതെങ്കിലും രണ്ടാമത്തെ ഹീറ്റ് എക്സ്ചേഞ്ച് എന്ന് പറയുന്നത് കണ്ടൻസറിനും എവാപ്പറേറ്ററിനും ഇടയിലാണ് പ്ലേസ് ചെയ്യുന്നത്. ഓക്കെ. സോ അനലൈസർ എന്ന് പറയുന്നത് ഞാൻ എന്താണെന്ന് ഓൾറെഡി പറഞ്ഞിട്ടുണ്ട്. ജസ്റ്റ് വെന്റ് ത്രൂ ദിസ് slide. It is a direct contact heat exchanger consisting of series of trays mounted above the generator. Its function is to prevent the unwanted water particles associated with the ammonia vapor from entering into the condenser. Actually, this analyzer removes the water content, water vapor or water particles which is flowing into the condenser unit. Actually, this will separate the water content from the ammonia vapor. Strong solution from the absorber flows downward over straits to cool the outgoing vapor. So നമ്മൾ സ്ട്രോങ് സൊല്യൂഷൻ അനലൈസറിന്റെ മേളിൽ കൂടെയാണ് പാസ് ചെയ്ത് വിടുന്നത്. അനലൈസറിൽ നിന്ന് ഓൾറെഡി തന്നെ നമ്മൾ ഹീറ്റ് ചെയ്തുകൊണ്ട് എന്ത് ചെയ്യുന്നുണ്ട്, അമോണിയ വേപ്പറിനെ എജക്ട് ചെയ്തുകൊണ്ട് പുറത്തേക്ക് പോയിക്കൊണ്ടിരിക്കുന്നത്, അല്ലെങ്കിൽ കണ്ടൻസേറ്റിലേക്ക് പോകുന്നുണ്ട്. അത് പോകുന്ന സമയത്ത് ഈ സ്ട്രോങ് സൊല്യൂഷൻ വരുന്നുണ്ട്. ആ സ്ട്രോങ് സൊല്യൂഷനുമായിട്ടാണ് എന്ത് ചെയ്യുന്നത്, അത് ഹീറ്റ് എക്സ്ചേഞ്ച് ചെയ്യുന്നത്. അങ്ങനെ വരുമ്പോഴാണ് ഇത് ഈ വാട്ടർ വേപ്പറിനകത്ത് ഏതെങ്കിലും ഈ പോകുന്ന റെഫ്രിജറന്റ് വേപ്പറിനകത്ത് ഏതെങ്കിലും രീതിയിൽ വാട്ടർ വേപ്പർ പ്രസൻസ് ഉണ്ടെങ്കിൽ അത് അവിടെ വെച്ച് കണ്ടൻസ് ചെയ്യും. അത് എക്സ്ചേഞ്ച് ചെയ്യുന്ന ഹീറ്റ് എക്സ്ചേഞ്ച് ചെയ്യുന്നത് സ്ട്രോങ് സൊല്യൂഷനുമായിട്ടാണ്. ഓക്കെ. സോ അങ്ങനെ വരുമ്പോൾ വി ക്യാൻ റെഡ്യൂസ് ദ ഹീറ്റ് ഇൻപുട്ട് ടു ദ ജനറേറ്റർ. അതായത് ജനറേറ്ററിനകത്തോട്ട് മാത്രം കൊടുക്കുന്ന ഹീറ്റ് ഇൻപുട്ട് നമുക്ക് കുറയ്ക്കാൻ പറ്റും. So then the second one is a rectifier or a dehydrator. Water cooled heat exchanger with condenser water vapor and sent back to the generator. So നമുക്ക് ഓൾറെഡി നമുക്കറിയാം റെക്ടിഫയറിനകത്ത് എന്ന് പറയുന്ന ഒരു വാട്ടർ കൂൾഡ് ഹീറ്റ് എക്സ്ചേഞ്ചർ ആണ് ഉള്ളത്. So this water cooled heat exchanger condenses the water vapor which is present in the അമോണിയ, അല്ലെങ്കിൽ നമുക്ക് പറയാൻ പറ്റും റെഫ്രിജറന്റ് എന്ന് പറയുന്നത് അമോണിയ വേപ്പർ ആണ്. ആ അമോണിയ വേപ്പറിനകത്ത് ഏതെങ്കിലും രീതിയിൽ വാട്ടർ വേപ്പർ പ്രസന്റ് ആണെന്നുണ്ടെങ്കിൽ ഈ റെക്ടിഫയർ എന്ന് പറയുന്നത് എന്താണ്, ഒരു വാട്ടർ കൂൾഡ് ഹീറ്റ് എക്സ്ചേഞ്ചർ ആണ്. സോ വാട്ട് ഹാപ്പൻസ് ഈസ് ഇറ്റ് വിൽ ഗെറ്റ് കണ്ടൻസ്ഡ് ആൻഡ് ഇറ്റ് ഈസ് സെൻഡ് ബാക്ക് ടു ദ generated by a drip return pipe. It may be double pipe, shell or coil or shell and tube type. This will be studied later. ഈ ഷെൽ ആൻഡ് ട്യൂബ് ടൈപ്പ് ഹീറ്റ് എക്സ്ചേഞ്ചർ ഒക്കെ നമ്മൾ ഇനി അങ്ങോട്ട് പഠിക്കും. The final reduction of elimination of the percentage of water vapor takes place in the rectifier. അപ്പം റെക്ടിഫയറിൽ കഴിഞ്ഞാൽ പിന്നീട് നമുക്ക് കണ്ടൻസർ യൂണിറ്റ് ഉള്ളു. സോ ഓൾമോസ്റ്റ് എല്ലാ രീതിയിലുള്ള വാട്ടർ വേപ്പറിന്റെ പ്രസൻസ് നമ്മൾ ഈ ഒരു റെക്ടിഫയറിൽ വെച്ചിട്ട് റിമൂവ് ചെയ്യും. ഓക്കെ. Then the heat exchanger which is provided between the observer and the generator is used to cool the weak hot solution returning from the generator to the observer. So the function of the first heat exchanger is to cool the weak solution which is coming from the generator to the absorber. അതായത് അബ്സോർബറിനകത്ത് നമ്മളുടെ സൊല്യൂഷൻ ലോ ടെമ്പറേച്ചറിലാണെങ്കിൽ മാത്രമേ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റത്തുള്ളൂ, മാക്സിമം ക്വാണ്ടിറ്റിയിൽ അമോണിയ ഇവാപ്പറേറ്ററിൽ നിന്ന് അബ്സോർവ് ചെയ്തെടുക്കാൻ പറ്റത്തുള്ളൂ. സോ വി ഹാവ് ടു കീപ് ദ ടെമ്പറേച്ചർ മച്ച് ലെസ് ബൈ യൂസിങ് ദിസ് ഹീറ്റ് എക്സ്ചേഞ്ചർ. And as what happens is, further what happens is, the generator unit നമുക്ക് എന്ത് ആവശ്യമുണ്ട്, ടെമ്പറേച്ചർ ആവശ്യമുണ്ട്, ഹീറ്റ് ആവശ്യമുണ്ട്. So the strong solution which is flowing into the generator is get warm up.
അങ്ങനെ ഒരു അഡ്വാൻറ്റേജും കൂടെ നമുക്കിവിടെ ആ ഹീറ്റ് എക്സ്ചേഞ്ചർ കൊണ്ട് കിട്ടും. The heat removed from the weak solution rises the temperature of the strong solution, leaving the pump and going to the analyzer and the generator. ഞാനിപ്പോൾ പറഞ്ഞ കാര്യം. This operation reduces the heat supplied to the generator and the amount of cooling required for the absorber. Thus, the plant economy is enhanced. Provided between the condenser and the second heat exchanger കാര്യമാണ് പറയുന്നത്. രണ്ടാമത്തെ heat exchanger is provided between the condenser and the evaporator, may be also called a subcooler. ഒരു subcooling ഫെസിലിറ്റി പോലെ ആയിരിക്കും ആ രണ്ടാമത്തെ ഹീറ്റ് എക്സ്ചേഞ്ചർ ആക്ട് ചെയ്യുന്നത്. Liquid refrigerant leaving the condenser is subcooled by the low temperature ammonia vapor from the evaporator. ഞാൻ പറഞ്ഞിരുന്നു എങ്ങനെയാണ് അതിൻ്റെ അത് ആ ഹീറ്റ് എക്സ്ചേഞ്ചറിനകത്തുള്ള പ്രൈമറി ഫ്ലൂയിഡും സെക്കൻഡറി ഫ്ലൂയിഡും എന്നുള്ള കാര്യം. സോ പ്രൈമറി ഫ്ലൂയിഡ് എന്ന് പറയുന്നത് ദ refrigerant which is coming from the condenser. സെക്കൻഡറി ഫ്ലൂയിഡ് എന്ന് പറയുന്നത് ദ വേപ്പർ which is coming from the evaporator ആണ്. അത് തമ്മിലാണ് എന്ത് ചെയ്യുന്നത് ഹീറ്റ് എക്സ്ചേഞ്ച് ചെയ്യുന്നത്. സോ വാട്ട് ഹാപ്പൻസ് ഈസ് ദ വേപ്പർ ഇറ്റ് ഈസ് ഹാവിംഗ് ലോ ടെമ്പറേച്ചർ ദാൻ ദ liquid which is coming from the condenser. It is get cooled down, means that it's subcooled. നമുക്കറിയാം pH diagram നോക്കി കഴിഞ്ഞാൽ it falls into the subcooled region so that we can improve the refrigeration effect. The subcooled liquid is now passed to the expansion valve and then to the evaporator. അപ്പം ഇത്രയും കാര്യങ്ങളാണ് നമുക്ക് പ്രാക്ടിക്കൽ വേപ്പർ അബ്സോർപ്ഷൻ സിസ്റ്റത്തിൽ പഠിക്കാനുള്ളത്. Is it clear?